ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി ഷാരൂഖ് ഖാന്റെ വീട്ടിലും മോഷണ ശ്രമം നടത്തിയെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ വരുന്നത്. സെയ്ഫ് അലി ഖാനെ കുത്തിയ കേസിലെ മുഖ്യപ്രതി പിടിയിലായിട്ടുണ്ട്. ഇയാളെ ബാന്ദ്ര സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ്. CCTV ദൃശ്യങ്ങളിൽ ഉള്ളയാളാണ് പിടിയിലായത്. ജനുവരി 14-നാണ് സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെ വീട്ടിലും പ്രതി മോഷണ ശ്രമം നടത്തിയിരിക്കുന്നത്. തൗബ മഹീൻ വിവരങ്ങളുമായി ചേരുന്നു. തൗബ, വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ്. നമുക്കറിയാം, വളരെ സുരക്ഷയുള്ള വീടുകളാണ് പ്രത്യേകിച്ചും ഈ സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെ വീട്, അതുപോലെ തന്നെ സെയ്ഫ് അലി ഖാന്റെ വീടാണെങ്കിലും അത്രമാത്രം സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളതാണ്. അവിടെയൊക്കെയാണ് ഈ പ്രതി മോഷണ ശ്രമം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം നൽകുക. സ്വാതി പറഞ്ഞ പോലെ തന്നെ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച മുഖ്യപ്രതി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. പ്രതിയെ ഇപ്പോൾ ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ കണ്ട ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഏറെ നിർണായകമായ ഒരു വാർത്തയാണ്. ഈ പ്രതി ജനുവരി 14-ന് നടൻ ഷാരൂഖ് ഖാന്റെ വീട്ടിലും മോഷണ ശ്രമം നടത്തിയിരുന്നു. ഇയാൾ ഷാരൂഖ് ഖാന്റെ വീടിന് സമീപത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു ഏണി വെച്ച് നിരീക്ഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തിയപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യപ്രകാരമാണ് പോലീസ് ഇപ്പോൾ ഈ പ്രതി തന്നെയാണ് അവിടെയും മോഷണ ശ്രമം നടത്താൻ നീക്കം നടത്തിയതെന്ന പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. അതേസമയം പോലീസിന്റെ മറ്റൊരു സംശയം ഇതൊരു ഗൂഢാലോചനയാണോ, ഇതിൽ ഒന്നിലധികം പ്രതികളുണ്ടെന്നും ഒക്കെ പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. അതായത് ഈ ഷാരൂഖ് ഖാന്റെ വീട്ടിൽ നിന്ന്, അതായത് മന്നത്ത് ബംഗ്ലാവിൽ നിന്ന് കണ്ടെടുത്ത ഈ ഏണി വലിയ ഭാരമുള്ളൊരു ഏണിയാണ്. ഈ ഏണി ഒറ്റയ്ക്ക് ഒരാൾക്ക് അവിടെ കൊണ്ടുവച്ച് നിരീക്ഷണം നടത്താനാകില്ല. അതുകൊണ്ട് തന്നെ ഒന്നിലധികം പ്രതികളാണ് അവിടെ ഈ ഏണി കൊണ്ടുവച്ചതെന്നും നിരീക്ഷണം നടത്തിയതെന്നുമാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. ഇതിൽ ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. മന്നത്ത് ബംഗ്ലാവിൽ മോഷണ ശ്രമം നടത്താൻ പ്രതി എത്തിയിരുന്നു. എന്നാൽ അവിടെ വൻ സുരക്ഷയുണ്ടായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാർ ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് കനത്ത സുരക്ഷ ഉള്ളതിനാൽ അകത്തേക്ക് കയറാൻ സാധിച്ചില്ല. മോഷണ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. തുടർന്നായിരുന്നു സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ പ്രതി കയറിയത്. തുടർന്ന് അതായത് സെയ്ഫ് അലി ഖാന്റെ വീട്ടിലും സമാനമായ ഒരു മോഷണ രീതിയായിരുന്നു പ്രതി അനുവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സെയ്ഫ് അലി ഖാന്റെ വീടിന് സമീപത്തുള്ള വീട്ടിൽ ആദ്യം കയറുകയും അപ്പാർട്ട്മെന്റിൽ ആദ്യം കയറുകയും ശേഷം മതിൽ ചാടി ഫയർ എസ്കേപ്പ് ഗോവണി വഴിയാണ് അപ്പാർട്ട്മെന്റിലേക്ക് പ്രവേശിച്ചത്. ശേഷം സെയ്ഫിന്റെ ഇളയ മകൻ 4 വയസ്സുകാരനായ ജഹാംഗീറിന്റെ മുറിയിലേക്കാണ് ആദ്യം ഈ അക്രമി കയറാൻ നോക്കിയത്. തുടർന്ന് ഇത് അപ്പോൾ തന്നെ മലയാളിയും അവിടുത്തെ മകനെ പരിചരിക്കുന്ന നഴ്സിംഗ് സ്റ്റാഫുമായ ഏലിയാസ് ഫിലിപ്സ് കാണുകയായിരുന്നു. ഏലിയാസ് ഫിലിപ്പ് പെട്ടെന്ന് പാനിക്കാവുകയും ഇത് കണ്ടിട്ട് ഉടൻ ആരാണെന്നുള്ള രീതിയിലൊക്കെ നോക്കുകയായിരുന്നു. എന്നാൽ ഉടൻ തന്നെ ഈ അക്രമി പറയുകയായിരുന്നു, മിണ്ടരുതെന്ന് ഹിന്ദിയിൽ ഈ ഏലിയാസിനോട് പറയുകയായിരുന്നു. എന്നാൽ ഈ ആക്രമണം ഉടൻ തന്നെ ഈ അക്രമിയെ പ്രതിരോധിക്കാൻ ഈ നഴ്സിംഗ് സ്റ്റാഫ് ശ്രമിച്ചു. ഒടുവിൽ പറ്റില്ല എന്നുള്ളൊരവസ്ഥ എത്തിയപ്പോൾ നിലവിളിക്കുകയായിരുന്നു. അപ്പോഴാണ് സംഭവ സ്ഥലത്തേക്ക് ഈ സെയ്ഫ് ഓടിയെത്തുന്നത്. ശേഷം ഈ പ്രതി 1 കോടി രൂപ സെയ്ഫിനോട് ആവശ്യപ്പെട്ടു. ഈ 1 കോടി രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സെയ്ഫിനെ 6 തവണ കുത്തിയത്. ഈ 6 തവണ കുത്തേറ്റതിൽ 2 കുത്താണ് ഇപ്പോൾ വളരെ ആഴത്തിലുള്ള മുറിവായി മാറിയിരിക്കുന്നത്. ഈ അടിയന്തര ശസ്ത്രക്രിയ അടക്കം സെയ്ഫിന് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നാണ് പോലീസും മെഡിക്കൽ സംഘവും ഒക്കെ അറിയിക്കുന്നത്. അതേസമയം തന്നെ ഈ സെയ്ഫിൻ്റെ ശരീരഭാഗത്ത് നിന്ന് 2.5 ഇഞ്ച് വരുന്ന ഒരു കത്തിയുടെ കഷ്ണം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പോലീസ് ഈ കത്തിയുടെ ബാക്കി ഭാഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. 20 ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം. ഈ 20 ഗ്രൂപ്പുകൾക്കും ഓരോരോ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഗൂഢാലോചനയുണ്ടോ, ഒന്നിലധികം പ്രതികളുണ്ടോ തുടങ്ങിയ, അതായത് ഒന്നിലധികം പ്രതികളുണ്ടെങ്കിൽ അവരെ പിടികൂടുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഓരോരോ ചുമതല ആയതിനാൽ തന്നെ ഈ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമായിരിക്കും സ്വാതി. ഉടൻ തന്നെ മറ്റു പ്രതികളെ കണ്ടെത്താനാകുമെന്നാണ് കരുതുന്നത് സ്വാതി. അതേസമയം തന്നെ ഈ ഒരു സംഭവം, ഈ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ ഉണ്ടായ ആക്രമണവും എല്ലാം
ഇപ്പോൾ മുംബൈയിൽ ഒരു വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന വിമർശനം എന്ന് പറയുന്നത് മുംബൈ ഒരു സുരക്ഷിതമല്ലാത്ത നഗരമായി മാറിയിരിക്കുന്നു എന്നാണ്. എന്നാൽ ഈ ദേവേന്ദ്ര ഫട്നാവിസ്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉടൻ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. മുംബൈ ഒരു ഒറ്റപ്പെട്ട സംഭവം കൊണ്ട് സുരക്ഷിതമല്ലാത്ത നഗരമെന്ന് പറയാനാവില്ലെന്നും പഴുതടച്ചൊരു അന്വേഷണം ഉണ്ടാവുമെന്നായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ വാദം. ഇന്നലെ പുലർച്ചെ 3:30 ബാന്ദ്രയിൽ ഈ കരീന കപൂറിൻ്റെയും സെയ്ഫ് അലി ഖാൻ്റെ ആഡംബര വസതിയിൽ മോഷ്ടാവ് കയറി ആക്രമണമുണ്ടാക്കിയത്. സ്വാതി. ശരി തൗബ, എന്തായാലും സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ മോഷണം നടത്തിയ, അതിക്രമിച്ച് കയറിയ, ആക്രമിക്കാൻ ശ്രമിച്ച പ്രതി ഷാരൂഖ് ഖാന്റെ വീട്ടിലും മോഷണത്തിനായി നീക്കം നടത്തി എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ പുതിയ വാർത്ത.